ആദിൽ പാലോട് കൂടി ചേരുന്നുണ്ട് ബാരാമുള്ളയിൽ നിന്ന്. ആദിൽ പാലോട്, വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ അതിർത്തിയിൽ വീണ്ടും സംഘർഷ സാഹചര്യമാണോ? അതെ, ഞാനിപ്പോൾ ശ്രീനഗറിലാണ് ഉള്ളത് അരുൺകുമാർ. നമ്മളും ഈ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ, അതിൽ എന്ത് സംഭവിച്ചു? ദൃശ്യങ്ങൾ കാണാം അരുൺകുമാർ, ആ ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങൾ നമ്മൾ കൃത്യമായി കാണാനാകുന്നുണ്ട്. അത് ഡ്രോൺ ആണ് ആണ് സംശയം. ആ ചുവന്ന നിറത്തിലുള്ള പൊട്ടുപോലെ ആകാശത്തു കൂടി പോകുന്നത് കാണാമായിരുന്നു. വലിയ ശബ്ദമാണ് ഈ മേഖലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒമർ അബ്ദുള്ള പറഞ്ഞതുപോലെ തന്നെയാണ് ഒമർ അബ്ദുള്ളയുടെ പോസ്റ്റ്. ഒമർ അബ്ദുള്ള ശ്രീനഗറിലുണ്ട് എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു. ഒമർ അബ്ദുള്ളയുടെ വീടിന് സമീപത്തടക്കം ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ നോക്കൂ അരുൺകുമാർ. ദൃശ്യങ്ങൾ നോക്കൂ. മനു ബാലകൃഷ്ണൻ നടത്തുന്ന ദൃശ്യങ്ങൾ തുടരെ ഒരു ഭീതിജനകമായ സാഹചര്യമാണ് ഇവിടെ. മുഴുവൻ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിട്ടുണ്ട്. ബ്ലാക്ക് പോയിട്ടുണ്ട്. ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും വളരെ സേഫായ സ്ഥലങ്ങളിൽ മാത്രം നിൽക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എല്ലാ ഡ്രോണുകളെയും നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കുന്നു എന്നാണ്. ഈ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഈ ഡ്രോണുകളെ നിർവീര്യമാക്കുന്ന ശബ്ദങ്ങളാണ്. ഇതെന്താണ് ശ്രീനഗറിൽ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. തുടരെ ഡ്രോണുകൾ അയക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കാവുന്നതാണ്. മനു ബാലകൃഷ്ണന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഒന്നല്ല, തുടരെ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ഡ്രോണുകൾ ശ്രീനഗറിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശ്രീനഗറിൽ ഇങ്ങനെ അടുത്തിടെയൊന്നും ഡ്രോണുകൾ വന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടേയില്ല. ഇപ്പോൾ ശ്രീനഗറിൽ പോലും ഡ്രോണുകൾ വരുന്നു അല്ലേ? അതും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞതിനു ശേഷം പാകിസ്ഥാൻ ആർമി ഉറപ്പായും ഈ ഉമർ അബ്ദുള്ള ചോദിച്ചത് വാട്ട് ദ ഹെൽ എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. കാരണം എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്ന് വൈകുന്നേരം ഈ സീസ് ഫയർ പ്രഖ്യാപനത്തിന് ശേഷം ഇവിടുത്തെ ഹോട്ടൽ ഉടമകളോട് സംസാരിക്കുമ്പോഴും നമ്മൾ വന്ന ഡ്രൈവറോട് സംസാരിക്കുമ്പോഴൊക്കെ അവരൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. കശ്മീർ പതുക്കെ പഴയ രൂപത്തിലേക്ക് സജീവമാകാൻ പോകുന്നു എന്ന സന്തോഷമാണ് എല്ലാവരും. ഇപ്പോൾ ഇത് ലൈവ് വിഷ്വൽസ് ആണല്ലേ ഇപ്പോൾ വരുന്നത്? ആദിൽ ഇപ്പോൾ വരുന്നത് ശ്രീനഗറിൻ്റെ ആകാശത്തുകൂടി ഡ്രോണുകൾ വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അവിടെ ശ്രീനഗർ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ഔട്ടായോ? മുഴുവൻ ബ്ലാക്ക് ഔട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ശ്രീനഗർ ആകെ ബ്ലാക്ക് ഔട്ടിലേക്ക് മാറിയിട്ടുണ്ട്. മുഴുവൻ ലൈറ്റുകളും അണച്ചു, വൈദ്യുതി വിതരണം നിലച്ചു, വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മുഴുവൻ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയാത്ത സ്ഥിതി. മുഖ്യമന്ത്രി തന്നെ ചോദിക്കുകയാണ് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ രൂപത്തിൽ ശ്രീനഗറിനെ ലക്ഷ്യമാക്കി. നേരത്തെ അതിർത്തിയിലൊക്കെ ഷെല്ലാക്രമണവും വെടിവെപ്പും പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകും. പക്ഷേ തലസ്ഥാനമായ ശ്രീനഗറിലേക്ക് ഈ രൂപത്തിൽ ഡ്രോണുകൾ എന്ന് പ്രതീക്ഷിക്കുന്ന, കരുതുന്ന, സംശയിക്കുന്ന സാധനങ്ങൾ വരുന്നു. അത് ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കപ്പെടുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ വലിയ ശബ്ദം വീണ്ടും ഒരു ചുമന്ന ലൈറ്റ് നമുക്ക് അവിടെ കാണാം. നോവൽ മാരിക്കാരൻ ഡ്രോൺ എന്ന് ക്ഷമിക്കണം, ആദിലിപ്പോൾ നിൽക്കുന്ന ശ്രീനഗറിലാണ്. അതിൽ വീണ്ടും ഒരു റെഡ് ലൈറ്റ് നമുക്കവിടെ കാണാൻ കഴിയുക. അത് അല്പസമയം മുമ്പ് വന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും നമുക്ക് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നത് ശ്രീനഗറിൽ പോലും ഇപ്പോൾ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഡ്രോണുകളെയും നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഞങ്ങളുടെ പ്രതിനിധി മനു ബാലകൃഷ്ണൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. ചുവന്ന നിറത്തിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ശ്രീനഗറിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അത് ആകാശത്ത് വെച്ചു തന്നെ നമുക്ക് നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്.